40 വർഷമായി വിദ്യാർത്ഥികളെ പഠനരംഗത്തെ ഉയർത്തിയ പാരലൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഫ്രാൻസിസ് മാസ്റ്ററുടെ മൃതശരീരവും ഇനി വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. വടനപ്പള്ളി നടുവിൽക്കര KSEB സബ്സ്റ്റേഷനടുത്ത് താമസിക്കുന്ന പള്ളിക്കുന്നത്ത് ഫ്രാൻസിസ് മാസ്റ്റർ ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. നിരവധി വിദ്യാർത്ഥികളെ പഠനരംഗത്ത് ഉയർച്ചയിലേക്ക് നയിച്ച ഫ്രാൻസിസ് കണ്ടശാങ്കടവ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ സ്കോളേഴ്സ് പാരലൽ കോളേജ് പ്രിൻസിപ്പളായിട്ടുണ്ട്. കുട്ടികൾക്ക് അറിവിന്റെ വിദ്യ പകർന്നു നൽകിയ മാഷിന് ഒരു ആഗ്രഹമായിരുന്നു താൻ മരിച്ചാലും തന്റെ മൃതശരീരവും പഠനത്തിനായി MBBS വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകുക എന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാഷും കുടുംബാംഗങ്ങളും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ സമീപിച്ചാണ് സമ്മതപത്രം കൈമാറിയത്. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം ആശുപത്രി അധികൃതർക്ക് കൈമാറി. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന മാഷ് കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റായും വാടനപ്പള്ളി കർഷക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2 തവണ വാടനപ്പള്ളി പഞ്ചായത്തിലെ നടുവിൽക്കര വാർഡിൽ മത്സരിച്ചിട്ടുണ്ട്. വാടനപ്പള്ളിയിൽ പേപ്പർ മാർട്ട് സ്ഥാപനവും നടത്തിയിരുന്ന മാഷ് LIC ഏജന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മരണവിവരമറിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ബന്ധുക്കളും ഗ്രാമവാസികളും അടക്കം നിരവധി പേരാണ് വീട്ടിലെത്തിയിരുന്നത്. ഫ്രാൻസിസ് മാസ്റ്റർ ഈ ലോകം വിട്ടുപോകുമ്പോൾ തന്റെ കണ്ണുകൾ ദാനം ചെയ്ത് 2 കുടുംബാംഗങ്ങൾക്ക് കാഴ്ചയുടെ വെളിച്ചം പകർന്നുകൊണ്ടാണ് വിട ചൊല്ലിയത്. മരണശേഷവും നിശബ്ദ അധ്യാപകനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നു. മൃതശരീരം കൈമാറ്റ ചടങ്ങിൽ കേരള ഹൈക്കോടതി അഭിഭാഷകനും ഐബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയുടെ കൺവീനറും ആൽഫ ഡയാലിസിസ് കൗൺസിൽ പ്രസിഡന്റും വടനപ്പള്ളി സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ നേത്രദാന സമിതി കൺവീനറുമായ അഡ്വക്കേറ്റ് PF ജോയ്, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുഷിൽ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വീട്ടുകാർ കണ്ണീരോടെയാണ് മൃതദേഹം അയച്ചത്. ഫ്രാൻസിസ് മാഷ് മരണശേഷം 2 സഹോദരർക്ക് 2 കുടുംബങ്ങൾക്ക് കാഴ്ചയുടെ വെളിച്ചം പകർന്ന് നൽകിയിട്ടാണ് യാത്രയാകുന്നത്. ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നതിന് തുല്യമാണ്. കാടവർ എന്ന ഓത്തെടുത്തിട്ടാണ് ഈ പഠിക്കുന്നവർ എന്നും ഈ ശരീരത്തെ ആദരിച്ചുകൊണ്ട് ഇത് വിട്ടുതന്ന കുടുംബത്തെ ഓർത്തുകൊണ്ട് അവരുടെ പഠനം തുടരുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യേണ്ടത്. നമുക്കറിയാം, പല ജീവിത രീതികളുമായി മുന്നോട്ട് പോകുന്നവരെല്ലാം തന്നെ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തന്നെ മുറുകെ പിടിക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ തൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിരലിലുണ്ടാവുന്നവർക്ക് മാത്രം എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. നടുവിൽക്കരയിൽ മാഷ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. വാടാനപ്പള്ളിയിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാസ്റ്റർ വളരെ കാലമുണ്ടായിരുന്നു. മാഷ് നിലവിലുള്ള സാഹചര്യങ്ങളോട് സമരം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് മാസ്റ്ററുടെ.